ജിഷയുടെ കൊലപാതകത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. പിടിയിലായവരിൽ ഒരാൾ ജിഷയുടെ സുഹൃത്തും മറ്റൊരാൾ നാട്ടുകാരനുമെന്നാണ് സൂചന. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് DGP സെൻകുമാർ പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സമീർ, ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സമീർ, എന്തൊക്കെയാണ് പ്രതികളെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആരെയൊക്കെയാണ് കൂടുതലായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ കൂടി? അജിൻഷാദ്, 2 പ്രതികളെയാണ് പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രതികളെ ഇത് സംബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അവ്യക്തമാണ്. ഏതായാലും ഈ 2 പേരെയും നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലാണ് പോലീസ് ഉണ്ടായത്. ആദ്യം കസ്റ്റഡിയെടുത്ത വ്യക്തിയെ 40 മിനിറ്റോളം ചോദ്യം ചെയ്തു. അതിനുശേഷം മറ്റൊരു പ്രതിയെയും കസ്റ്റഡിയെടുത്ത് കാമണിക്കൂറോളമാണ് ആ പ്രതിയെ ചോദ്യം ചെയ്തത്. ഇത്തരത്തിൽ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച ശേഷം ഇപ്പോഴും പ്രതികളെ ഇവിടുന്ന് വിട്ടയച്ചിട്ടില്ല. പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ തന്നെയാണ് പ്രതികൾ ഉള്ളത്. ഈ പ്രതികളെ ചോദ്യം ചെയ്തത് മധ്യമേഖല IG-യും അതോടൊപ്പം തന്നെ ആലുവ റൂറൽ SP, പെരുമ്പാവൂർ ഡിവൈഎസ്പി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയായിട്ടും ഈ പ്രതികളെ വിട്ടയക്കുകയോ IG-യും അതോടൊപ്പം തന്നെ മറ്റ് ചോദ്യം ചെയ്യാൻ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏറെ നേരം ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ സൂചനകൾ ലഭിച്ചു എന്ന് നമുക്ക് വ്യക്തമാകുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പോലീസ് വിശദീകരിച്ചിട്ടില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങളെ കാണും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. നമ്മൾ ആലുവ ഡിവൈഎസ്പിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തിരക്കിയിരുന്നു. എന്നാൽ DVSP പറഞ്ഞത് IG മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നാണ്. എന്നാൽ എപ്പോൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചും പോലീസിനെ അവ്യക്തത നിലനിൽക്കുകയാണ്. എല്ലാവരും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉയർന്നു. ആലുവ പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ യുവജന സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള വലിയ തീർച്ചയായും സമീർ, കൂടുതൽ വിവരങ്ങൾക്കായി തുടർന്നും ബന്ധപ്പെടാം. കേരളമാകെ പ്രതിഷേധം അലയടിക്കുകയാണ്. പെരുമ്പാവൂരിൽ ക്രൂരമായി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട്, ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് അനങ്ങാതിരുന്ന കേരള സമൂഹത്തോട് മുമ്പിലേക്ക് പീപ്പിൾ TV മുമ്പോട്ട് വെച്ച വാർത്തയുടെ പ്രതികരണം, #ക്യാമ്പയിന്റെ പ്രതികരണം കൂടി സൂചിപ്പിക്കുന്നതാണ്. ഇന്ന് ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിന്റെ വിവിധ കോണുകളിൽ രൂപം കൊണ്ടത്. ആലുവയിലും പെരുമ്പാവൂരിലുമൊക്കെ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നു. തലസ്ഥാനത്തെ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. ഷീജ, ഇന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ എന്തൊക്കെ? ഒപ്പം ഇനി നടക്കാനിരിക്കുന്നതും ആസൂത്രണം ചെയ്തതുമായ സമരങ്ങൾ എന്തൊക്കെ? സ്ത്രീ കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സംസ്ഥാനമൊട്ടക്കായി ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഇരമ്പിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ജിഷയ്ക്ക് നീതി ലഭിക്കുക, ഇത്തരത്തിൽ ഒരു അനുഭവം ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ആ രീതിയിൽ നിയമങ്ങൾ കർക്കശമാക്കണം. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസ് ഇതിൽ ശക്തമായ നടപടികളും കൈക്കൊള്ളണം എന്നൊരു ആവശ്യം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. തലസ്ഥാന നഗരത്തെ രാവിലെ മുതൽ തന്നെ ജിഷയ്ക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എടുക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മയാണ് രാവിലെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വലിയ തോതിൽ തന്നെ വനിതാ മാധ്യമ പ്രവർത്തകർക്കുപരിയായി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി വനിതാ പ്രമുഖർ തന്നെ അതിലേക്ക് അണിചേരാനായി എത്തിയിരുന്നു. CPM-ന്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഒക്കെയായി വിവിധ വനിതാ നേതാക്കൾ ഈ പ്രതിഷേധത്തിലേക്ക് അണിചേരാൻ എത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസും ഇത്തരത്തിലുള്ള ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നും ജിഷയുടെ ഘാതകരെ ഉടൻ അറസ്റ്റ് ചെയ്ത് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗത്തായി തലസ്ഥാന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടത്തുകയുണ്ടായി. അതിനുശേഷം അവരും ഈ വനിതാ മാധ്യമ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഓരോ ദിനം കഴിയുന്തോറും സംസ്ഥാനത്തെന്നല്ല രാജ്യത്തൊട്ടാകെയായി ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുക, ഇതിൽ എപ്പോഴാണ് ഒരു കൃത്യം ഉണ്ടാകുന്നത് ആ കൃത്യത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അല്പസമയത്തിനകം തന്നെ കെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ
ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ അറ്റം വരെ ഏതറ്റം വരെ പോകണമോ പ്രതിഷേധവുമായി ആ അറ്റം വരെ പോകുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇനിയും ഇതിൽ ഉയർന്നു വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തലസ്ഥാന ജില്ലയിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരുന്നു. ഇന്ന് വൈകിട്ടും ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വനിതകളുടെയും അതോടൊപ്പം തന്നെ അല്ലാത്തതുമായ നിരവധി പ്രതിഷേധങ്ങൾക്കും ഇനി തലസ്ഥാന നഗരം വേദിയാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മറ്റ് ജില്ലകളിൽ ഉള്ള എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. പ്രതിഷേധവുമായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ, വനിതാ സംഘടനകൾ, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്തരത്തിലൊരു സംഭവം ഇത് ഓരോ ദിനം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിഷേധം ആണ് ഉയരുന്നത്. ഒപ്പം ഇത്തരത്തിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്നതിൻ്റെയും അതിനുശേഷം കൊലപ്പെടുത്തി എന്നതിൻ്റെയും പ്രതിഷേധം ഒരു വശത്ത്, ഒപ്പം കൊലപാതകം നടന്ന് 5 ദിവസം കഴിഞ്ഞിട്ടും പീപ്പിൾ TV ഇത് വാർത്തയായും ഹാഷ്ടാഗ് ക്യാമ്പയിനായും തുടങ്ങുന്നതിന് മുമ്പ് വരെയും ഇതേ സംബന്ധിച്ച് ഒരു പ്രതികരണവും കേരളത്തിൽ ഉണ്ടാകാത്തതിൻ്റെ പരിഭവം. 3, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഊർജിതമായ ഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ചതിലുള്ള പ്രതിഷേധം. ഈ 3 തലങ്ങളാണ് ഇന്ന് ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളെ കൂട്ടി വായിക്കേണ്ടത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഇന്നും തിരുവനന്തപുരത്ത് ഇനിയും പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വനിതാ മാധ്യമ പ്രവർത്തകരടക്കം തെരുവിലേക്ക് ഇറങ്ങി. ജിഷയുടെ കൊലപാതകം ഒരർത്ഥത്തിൽ കേരളത്തെ ഉണർത്തിയിരിക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്നാണ് പ്രതിഷേധം ഉയരുന്നത്. പ്രതിഷേധം ഇനിയും തുടരുക തന്നെ ചെയ്യും. കാരണം സുരക്ഷിതത്വമില്ല സ്ത്രീകൾക്ക് എന്നുള്ള വിഷയം. 2, ദളിത് കുടുംബങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ സാമൂഹിക അവസ്ഥയിൽ നിന്നുള്ള പീഡനങ്ങൾ. ഒരുപക്ഷെ ജിഷയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിക്കുന്ന പീപ്പിൾ TV പുറത്തെത്തിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ബലാത്സംഗ കേസുകൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ തന്നെ 15-കാരിയും 8ാം ക്ലാസ്സുകാരിയും 2 പെൺകുട്ടികളാണ് ബലാത്സംഗത്തിനിരയായത്. ഇവർ 2 പേരും ദളിത് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഒപ്പം അവരൊക്കെ അടച്ചുറപ്പില്ലാത്ത അടച്ചുറപ്പുള്ള വീടില്ലാത്തതാണ് അവരുടെയൊക്കെ ഭീഷണിക്ക് ശാരീരികമായ ആക്രമണം നേരിടുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയത് എന്ന വിലയിരുത്തൽ. അങ്ങനെ സാമൂഹികമായ വിഷയങ്ങളിലേക്ക് കൂടി ജിഷയുടെ മരണം ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ആ കോണാണ് പ്രതിഷേധമായി അലടിച്ചത്. ഒപ്പം ഭരണകൂടത്തിൻ്റെ നിസ്സംഗത, സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ വശത്തിൽ നിന്നായാലും അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് വശത്ത് നിന്നായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും ഉള്ള ഭരണകൂട നിസ്സംഗതയും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ചർച്ചയിലേക്ക് കേരളത്തെ വഴിമരുന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് തിരുവനന്തപുരവും എറണാകുളം ജില്ലയും കേരളത്തിൻ്റെ വിവിധ കോണുകളും കണ്ട പ്രതിഷേധം അതുതന്നെയാണ്. പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും എന്നതാണ് വിവിധ കോണുകളും ഇതേ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ജിഷയുടെ മരണത്തിൽ അങ്ങേയറ്റം വേദനയുണ്ടെന്ന് ഒടുവിൽ മുഖ്യമന്ത്രി 5 ദിവസത്തിന് ശേഷം മാധ്യമവാർത്തകൾ സജീവമായതിനു ശേഷം പ്രതികരിച്ചു. പബ്ലിസിറ്റിയാണ് കേസന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും കേസിൽ തുമ്പുണ്ടാകുന്നതുവരെ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിനിയുടെ ക്രൂരമായ കൊലപാതകം ഇത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാവില്ല. IG-യുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് അത് സംബന്ധിച്ച് അന്വേഷണം നേരിട്ട് നടത്തുന്നത്. ഇന്ന് രാവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം അത് വ്യക്തിപരമായിട്ട് ആ കാര്യം അതിൻ്റെ തുടർ നടപടികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. എന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിൽ നമുക്കൊക്കെ അങ്ങേയറ്റത്തെ വേദനയുണ്ട്. ഏതായാലും കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. 5 ദിവസമായി കൊലപാതകം നടന്നത്. ഇതുവരെ വേണ്ടത്ര കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം നടന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതല്ല, നമ്മൾ ഇതുപോലുള്ള കേസിൻ്റെ അന്വേഷണത്തിന് പബ്ലിസിറ്റി തന്നെയായിരിക്കും ഏറ്റവും അധികം തടസ്സം വരുന്നത്. അപ്പോൾ അത് ഒരു കേസിൻ്റെ ഒരു വ്യക്തമായ തുമ്പുണ്ടാകുന്നത് വരെ അത് അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് പുറത്തു പറയാൻ സാധിക്കത്തില്ല. ഈ വിവരം പോലീസിൽ ലഭിച്ച അന്നേരം മുതൽ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലം
ഉടനെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ആദിവാസി ദളിത് പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട് പൊതുജനങ്ങളിൽ നിന്നും. അതിനെക്കുറിച്ച് എന്താണ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണോ ഇത്? ഒരു ദളിത് എന്നുള്ള ഒരു അക്രമത്തിൽ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു ക്രൂരമായ കൊലപാതകമാണ്. അപ്പോൾ അത് എതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. ദളിത് വിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു അക്രമം കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അത് ദളിത് വിഭാഗക്കാർ മാത്രമല്ല, മറ്റുള്ള വിഭാഗക്കാർ പോലും അതിനെതിരെ പ്രതികരിക്കും. തീർച്ചയായും ജിഷയുടെ കൊലപാതകം മുമ്പോട്ട് വെക്കുന്നത് എന്തൊക്കെ, ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധങ്ങൾ പറയുന്നത് എന്തൊക്കെ, ജിഷയുടെ കൊലപാതകം വഴി പുറത്തെത്തുന്ന ദളിത് ജീവിതത്തിന്റെ കൂടുതൽ ദുരിതമാർന്ന കേരളത്തിന്റെ വശം കൂടിയാണ്. നവോത്ഥാന പരിഷ്കൃത കേരളത്തിൽ ദളിത് സമൂഹം ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ഗൗരവമായ അവസ്ഥ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം പൊതുപ്രവർത്തകയായ ധന്യരാമൻ ചേരുകയാണ്. ധന്യ, വളരെ ശക്തമായ പ്രതിഷേധം 5 ദിവസമായി ഒരു കുട്ടിയെ ഈ പരിഷ്കൃത കേരളം എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിൽ 5 ദിവസമായി ഒരു കുട്ടിയെ പിച്ച് ചീന്തി കൊന്നിട്ട് പക്ഷേ ആരും ചർച്ചയാക്കിയില്ല. ഒരുപക്ഷെ പീപ്പിൾ TV ഇത് ചർച്ചയാക്കിയെടുക്കുകയും #ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തതിനു ശേഷം വിവിധമായി കേരളത്തിന്റെ ഭാഗങ്ങൾ ഉണരുന്നു. ഒടുവിൽ പോലീസ് 2 പേരെയെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി പിടികൂടുന്നു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തുമ്പുമില്ല എന്ന് പറഞ്ഞ പോലീസ് ഇന്ന് 2 പേരെ ചോദ്യം ചെയ്തതിനായി പിടിച്ചിരിക്കുന്നു. ധന്യരാമൻ. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ആദ്യം ആഭ്യന്തരമന്ത്രിയെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഇതുപോലെ ഒരു ഇന്ന് അറസ്റ്റ് ഉണ്ടാവുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് 5-6 ദിവസം ഇത്രയൊക്കെ സമയം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു തെളിവ് എന്ന് പറയുന്ന സാധനം അത് തിളക്കത്തിലേക്കല്ല, അത് മങ്ങി നശിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് അത് അന്വേഷണത്തിന് ബോഡി ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം ഇതിന് എത്ര മൃഗീയമായിട്ടാണ് ആ കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന്. പക്ഷെ അതൊന്നും പുറത്ത്, അത് തന്നെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നി. മനുഷ്യന്മാരുടെ മനസ്സൊക്കെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മനസ്സൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, അതോ ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് ഇതൊന്നും പുറത്തിടേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ ഇത്രയും ദിവസം ഇതൊക്കെ മൂടി വെച്ചത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ പ്രതിഷേധം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുരോഗമന സമൂഹം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ പരിഷ്കൃത കേരളമല്ല, ഇത് അപരിഷ്കൃത കേരളമാണ്, ജാതി കേരളമാണ്. ഏതിനെയും ജാതീയമായിട്ട് കാണിക്കുകയും ദളിത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാല് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാല് എന്തിന് ഞങ്ങൾ ഇറങ്ങണം, ഞങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പൊതുസമൂഹത്തിനുള്ളത്. എല്ലാ കൊലകളിലെയും പോലെ കൂടുതൽ പ്രതിഷേധം ഇരമ്പി ആർത്ത് അങ്ങനെയൊന്നും വരുന്നില്ല. വളരെ ചുരുക്കം അവിടെ ഇവിടെയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോ ഇത് തന്നെയാണ് ദളിത് സമൂഹത്തിന്റെ പുരോഗതി. അതൊക്കെ മാറിയേ പറ്റൂ ശ്രീ ധന്യരാമൻ. ദളിത് സമൂഹം ഇവിടെ ജീവിക്കുമ്പോൾ ഇത്രയേറെ നോക്കൂ, ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താണെങ്കിൽ പോലും അത് തുടരേണ്ടിയിരിക്കുന്നു. അതായത് ഈ ജിഷ തന്നെ കൊല്ലപ്പെട്ടത് ഒരു ബാത്റൂം പോലും ഇല്ലാത്ത വീട്, മീൻസ് ഒരു ലാട്രിൻ പോലും ഇല്ലാത്ത വീട്ടിലാണ് കഴിയുന്നത്, ശൗചാലയം പോലും ഇല്ലാത്ത വീട്ടിലാണ് കഴിയുന്നത്, അടച്ചുറപ്പില്ല ആ വീടിന്. നോക്കൂ, SCP കമ്പോണന്റ്, അതായത് നമ്മുടെ പ്ലാനിംഗ് ഫണ്ടിൽ അനുവദിക്കുന്ന അതിൽ SC വിഭാഗത്തിന് അനുവദിക്കുന്നതിൽ 60% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ധന്യരാമൻ, നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരിലേക്കും അത് വിരൽ ചൂണ്ടുന്നു, വിമർശനാത്മകമായി തന്നെ പറയുന്നു. എന്തുകൊണ്ട് 60% കാര്യങ്ങളും ഫണ്ടും ഇല്ലാതാകുന്നു, ലാപ്സായി പോകുന്നു, 60% പോലും പ്രവർത്തിക്കാതിരിക്കുന്നു? പൊതുവകുപ്പിൽ നിന്നും പൊതു പ്ലാനിൽ നിന്നും ഇതൊക്കെ ഉപയോഗിക്കണം. SC വിഭാഗത്തിന്റെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ന നിയമം എടുത്തു കളഞ്ഞു. ധന്യരാമൻ ഒരു മഹാനായ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൽ, അതായത് ദളിത് വിഭാഗങ്ങൾക്കുള്ളവർക്ക് സബ്സിഡി അനുവദിക്കണം ഭവന നിർമ്മാണത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാവരും വാങ്ങുന്നത് ഒരേ കടയിൽ നിന്നല്ലേ കമ്പിയും സിമെന്റും എന്ന്. ഇത്തരത്തിൽ ദളിത് സമൂഹത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് പോലും അവബോധമില്ലാത്തവർ ജിഷയുടെ കൊലപാതകം മുമ്പോട്ട് വെക്കണ്ടേ? അത്തരം ചോദ്യങ്ങൾ ധന്യ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കഴുത മന്ത്രിമാരെ നമ്മൾ അധികാരത്തിലേറ്റുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പോയത്തെന്ന് പറയുന്നത്. അടൂർ പ്രകാശിനെ പോലത്തെ കഴുതകളെ സമുദായ സംഘങ്ങൾക്ക്, ഓരോ സമുദായങ്ങൾക്കും ആളെണ്ണം നോക്കി പരിസ്ഥിതി ലോല പ്രദേശ ഭൂമിയായാലും റവന്യൂ ഭൂമിയായാലും വീതം വെച്ച് കൊടുക്കുന്ന ഇത്തരം കഴുതകളെയൊക്കെ ഇപ്രാവശ്യങ്ങളും ജയിപ്പിക്കാതിരിക്കണം എന്നുള്ളതാണ് എനിക്ക് കോന്നിയിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. എന്തുമാത്രം ഞങ്ങൾ ചോദിക്കുന്നത് 1/2 സെന്റ് 1 സെന്റ് ഭൂമി ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്.
ഞങ്ങൾക്ക് ആരാധനാലയം പണിയാനോ അല്ലെങ്കിൽ ടൂറിസത്തിനോ അല്ല ഞങ്ങൾ ഭൂമി ചോദിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അടൂർ പ്രകാശിന്റെ അടുത്ത് തന്നെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ പോലും ജോസഫാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. അല്ല അത് കെ സി ജോസഫിനായിരുന്നു കിട്ടെ. അടൂർ പ്രകാശ് ഇത്രയും പേർക്ക് ഭൂമി കൊടുത്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ലിസ്റ്റ് അദ്ദേഹം കണ്ടതാണ് ഭൂമി ഇല്ലാത്തവരുടെ. 45 ലക്ഷം ദളിത് ആദിവാസി വിഭാഗത്തില് 35 ലക്ഷം പേർക്ക് കടക്കാടവും ഭൂമി സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരാണ്. ഈ കണക്കൊക്കെ അവർക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോ ഉള്ള ഭൂമിയിൽ നിന്ന് റവന്യൂ ഭൂമിയിൽ നിന്ന് തന്നെ ഞങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ കാസർഗോഡ് വന്നിട്ട് കഴിഞ്ഞ ദിവസം എണ്ണപ്പാറ ഒരു കോളനി പോയിരുന്നു. അവിടെ ഒരു സോളാറിന്റെ ഒരു പുതിയ പ്രോജക്ട് വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ആദിവാസികളെയാണ് ഒഴിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് പട്ടയം ഇല്ലാതെ 30 വർഷം അവിടെ ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇനി എവിടെ പോകും? ആ പെൺകുഞ്ഞുങ്ങളൊക്കെ ഇനി എവിടെയാണ് പോവുക? അവരിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് എന്റെ അടുത്ത് അവരുടെ ആശങ്ക പങ്കിട്ടത്. കുടിയൊഴിപ്പിക്കുകയാണ്, ബലമായി കുടിയൊഴിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി കൊടുക്കുമ്പോൾ തീർച്ചയായും അതായത് ധന്യ ജിഷയുടെ കൊലപാതകം നോക്കൂ, അതിന്റെ മാനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ദില്ലിയിലെ പോലും ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ ഉണരുന്ന കേരള സമൂഹം പീപ്പിൾ TV ഇത് 5 ദിവസം കഴിഞ്ഞ് വാർത്തയാക്കുന്നത് വരെയും അനങ്ങിയില്ല എന്നുള്ളത് കുറ്റകരമായ അനാസ്ഥ. 1. 2, ഇത്രയേറെ സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയമായി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നത് വരെയും പോലീസ് അനങ്ങിയില്ല എന്നുള്ളത്, ഭരണകർത്താക്കൾ ആരും അവരുടെ വീട്ടിൽ പോയില്ല എന്നുള്ളത്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. ഇതിനു മുമ്പും പോലീസ് ഇവരോട് പല വിധത്തിലുള്ള നിഷ്ക്രിയത്വവും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോയതാകാം ഒരുപക്ഷെ ജിഷയുടെ മേലുള്ള വൈരാഗ്യമെന്ന് സഹോദരി തന്നെ ഇന്ന് പീപ്പിൾ TVയോട് പറയുകയും ചെയ്തു. ഇങ്ങനെ ഒട്ടേറെ മാനങ്ങളുണ്ട്. സോഷ്യോളജി ഇതിൽ നിന്ന് മാറ്റിവെക്കാനാകില്ല. അതാണ് അജിംഷ. പീപ്പിൾ TV ഈ വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. അല്ലാതെ ഞാൻ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. നിഷ്ക്രിയത്വം, പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ പോലീസിന്റെ തീർച്ചയായിട്ടുള്ള നിഷ്ക്രിയത്വം തന്നെയാണ്. കാരണം ആ ജിഷേന്റെ അമ്മേനെ ഇതിനു മുമ്പേ ബൈക്ക് ഇടിച്ചിട്ട് ആ എന്ന കുട്ടി പറയുന്നത് ഞാനും കേട്ടിരുന്നു. താക്കോല് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള എല്ലാ കേരളത്തിലെ മുഴുവൻ പോലീസുകാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് എനിക്ക് നല്ലോണം എന്റെ പ്രവർത്തനത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ പെരുമ്പാവൂരിലെ പോലീസിന്റെ ഈ നിഷ്ക്രിയത്വത്തെ ഞാൻ തീർച്ചയായിട്ടും പിന്നെ ആഭ്യന്തരമന്ത്രിയോട് പരാതിയായി ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അതിനെതിരെ നടപടി എടുക്കണം തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ളത് ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത്. കാരണം ഇത്രയും അവർക്കെതിരെ മുൻപേ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അതിക്രമങ്ങളിലൊക്കെ പുറമ്പോക്കിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. അതിൽ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാത്തത് ഇപ്പോഴും ആളുകൾ സാമ്പത്തികവും നിറവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് ബന്ധങ്ങൾ പോലും സ്ഥാപിക്കുന്നത്. പുച്ഛത്തോടെയാണ് ഒന്നുമില്ലാത്തവൻ ഇപ്പോഴും പൊതുസമൂഹം കാണുന്നത്. കക്കൂസില്ലാത്ത വീട്ടിലെ കുട്ടിയുടെ മാനസികാവസ്ഥ അവർക്കറിയില്ല. അവരതിനെ കളിയാക്കുന്ന രൂപേണയാണ് അവർ ആ ഒരു ജീവിതത്തെ കാണുന്നത് തന്നെ. അവർക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഞാൻ പോയി കാസർഗോഡ് ഈ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഈ 14 വയസ്സുള്ള റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി വീടിന് പുറത്തിറങ്ങുന്നില്ല. അവരുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ സഹോദരി പുറത്തിറങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ വാപൊത്തിച്ചിരിക്കുന്നു. എന്ത് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നുകിൽ ആ കുട്ടി, ഞാൻ ഇന്നും ആ കുഞ്ഞിന്റെ അടുത്താണുള്ളത്, ഇന്ന് ആ കുട്ടി ഒന്നുകിൽ അത് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ മാനസിക രോഗിയോ. ഈ 2 സാഹചര്യങ്ങളിൽ ഇതിനെ അതിജീവിപ്പിക്കാന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന് പോലും ഒരു പൊതുസമൂഹം കൂട്ടു നിൽക്കുന്നില്ല. അയൽവാസികളൊന്നും ഒരു പിന്തുണ പോലും അവർക്കൊന്നും കൊടുക്കുന്നില്ല. ഇത് അറിവില്ലായ്മയല്ല, ഇത് മലയാളിയുടെ മനസ്സ് മാറി അവർക്കിപ്പോ തകർച്ചയും ഈ ദുഃഖങ്ങളും കാണാനും അത് ആസ്വദിക്കാനുമാണ് ഇഷ്ടം എന്നുള്ളത് പോലെ തന്നെയാണ് എനിക്ക് പല ഇഷ്യൂസും നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതായത് ധന്യ, ഇനി ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതായത് പോലീസിന്റെ നിഷ്ക്രിയത്വം നമ്മൾ ചർച്ച ചെയ്തതുപോലെ പോലീസിന്റെ നിഷ്ക്രിയത്വം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ നിഷ്ക്രിയത്വം, ഒപ്പം ഭരണാധികാരികൾ പുലർത്തേണ്ട ഗുരുതരമായ അനാസ്ഥകൾ, പുലർത്തേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ, അങ്ങനെയുള്ള അനാസ്ഥകൾ ഭരണകൂടത്തിന്റെ, ഇത്തരത്തിലേക്കൊക്കെ ചർച്ച ജിഷയുടെ വിഷയത്തിൽ ഉണ്ടാകണം. പ്രതിഷേധങ്ങൾ ഇനി പുരോഗമിക്കേണ്ടത് ഏത് ദിശയിലേക്കാണ്? ജിഷയ്ക്ക് നീതി ഉണ്ടാകണം. ജിഷയെപ്പോലെ ഒരു ജിഷയും ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ചും ദളിത് സമൂഹത്തിൽ നിന്ന് അടിവരയിടുമ്പോൾ. എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഏതൊക്കെ വിധത്തിൽ വേണം ധന്യ? ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു കാര്യം പ്രധാനപ്പെട്ട പറയാനുള്ളത് ഞങ്ങളുടെ ദളിത് വിഭാഗത്തിലുള്ള വിവിധ സമുദായ സംഘടനകളെ പറ്റിയിട്ടാണ്. ഞങ്ങളുടെ സമുദായ സംഘടനകൾ എവിടെ പോയി ഇറങ്ങി? KPMS എവിടെ പോയി? KPMS തന്നെ 29 സംഘടനകളുണ്ട്. ഞങ്ങളുടെ പട്ടികജാതിക്കാരുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളെണ്ണമുള്ളത് KPMS-ലാണ്. ഇനി അവരൊക്കെ ഇനി അനങ്ങി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതല്ല വേണ്ടത്. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇതിൽ വിമർശനം പോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ ഞാൻ കാണുന്നത്. ഇല്ല, ദളിത് സമൂഹത്തിന്റെ വിഷയത്തിൽ അല്ലല്ല ധന്യരാമൻ ഒന്നിടപെട്ടോട്ടെ. ദളിത് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ്. ആ വിഭാഗത്തിന്റെ ജാതി സംഘടനകൾ മാത്രം കൈകാര്യം ചെയ്യേണ്ടതല്ല. കാരണം ആ സമൂഹത്തെ ബോധപൂർവമായി വർഷങ്ങൾ നിരന്തരമായി സമൂഹം തന്നെ പീഡിപ്പിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായത്. ആ ഉത്തരവാദിത്വം പൊതുസമൂഹം
ഒരു പൊതുസമൂഹവും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കില്ല അജിംഷാ. നിൽക്കണം, ശരിയാകണം, ഞങ്ങൾ ശരിയാക്കണം. കാണാൻ തുടങ്ങിയിട്ട് എത്രയോ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു പൊതുസമൂഹം ഇപ്പൊ വേറെ ഏതെങ്കിലും ജാതിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ പൊതുസമൂഹം ഇവിടെ ഇപ്പൊ എന്തെല്ലാം കോലാഹലങ്ങൾ കാണിച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരും സ്ത്രീകളും സമുദായ സംഘടനകളും ഒക്കെ ഇറങ്ങിയേനെ. ഞങ്ങളുടെ ആളുകൾ എന്താണ് ഇനി നീതി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ സമുദായ സംഘടനകളൊക്കെ പുറകോട്ട് മാറി നിൽക്കുന്നത്. പലരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ, ഇത് തന്നെ ഇനിയും സംഭവിക്കുള്ളൂ എന്നാണ് പലരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് റിയൽ ആയിട്ടുള്ള സത്യം തന്നെയാണ്. ഇപ്പോഴും ജാതി വ്യവസ്ഥയിൽ തന്നെയാണ് കേരളം ജീവിക്കുന്നത്. ആരും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങൂല. ഒരു ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു വനിതാ നേതാക്കളും ഒരു റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ പോലും പോകുന്നില്ല. അവർ ചാനലിൽ കിടന്ന് വെറുതെ ഷോയ്ക്ക് വേണ്ടി 4-5 വർത്താനം പറഞ്ഞിരിക്കുന്നവരാണ്. അല്ലാതെ ഇപ്പൊ നേരിട്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അവർക്ക് ഇനി എന്താണ് ആവശ്യം, അവരെ ഇനി ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടോ, അതിന് ചോട്ടിൽ അവിടെ മറ്റു കുട്ടികൾ സുരക്ഷിതരില്ലാത്തവരുണ്ടോ, അവർക്ക് അങ്ങനെ ഒന്നും ഒരു കാര്യം ഇവിടുത്തെ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധികളോ ഉത്തരവാദിത്തപ്പെട്ടവരാരും ചെയ്യുന്നില്ല. അതന്നെയാണ് ഞാൻ കാസർഗോഡും കണ്ടത്. ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ട് എത്രയോ ദിവസമായി. അവരൊരു എത്ര അശാന്തിയുടെ ഒരു വലിയൊരു ഇതിനകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് സുരക്ഷിതമാക്കാൻ ഇവിടെ ഒരു കാര്യങ്ങളും അവർക്ക് വേണ്ടി ആരും ചെയ്തിട്ടില്ല. എന്ത് ബാധ്യതയാണ് സ്റ്റേറ്റിനുള്ളത് ഈ ഇത്തരം സമൂഹത്തെ സംരക്ഷിക്കാനായിട്ട്? ഒരു ബാധ്യത ആരും ഏൽക്കുന്നില്ല. ആർക്കും ഇതിനകത്തൊന്നും താല്പര്യമില്ല. അല്ലെങ്കിൽ ആറ്റിങ്ങൽ റേപ്പ് നടന്നു, ഇത് മാത്രമൊന്നുമല്ല. ഞാൻ പറഞ്ഞ കാസർഗോഡ് തന്നെ ബളാല് നടന്നു, മലപ്പുറത്ത് നടന്നു. ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 45 ലക്ഷം പേര് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണ കിട്ടാതെ അല്ലെങ്കിൽ അവരുടെയൊക്കെ മാനസികാവസ്ഥ മാറാതെ, കാരണം ഞങ്ങളുടെ ആളുകളല്ല ഞങ്ങളെ റേപ്പ് ചെയ്യുന്നത്, പൊതുസമൂഹം മറ്റുള്ളവരാണ്. അപ്പൊ അവരുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കേണ്ടവരെന്ന് മാറ്റിയെടുക്കുക തന്നെയാണ്. അവര് പിന്തുണ തരാതെ ഈ കേരളം ഒന്നാണ് അല്ലെങ്കിൽ മനുഷ്യജനത ഒന്നാണ്, ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുന്ന അത്തരം വാക്കുകളോട് തന്നെ പുച്ഛം തോന്നാൻ തുടങ്ങി. തീർച്ചയായും കറക്റ്റാണ്. ശരിയാണ് ധന്യ, ശരിയാണ്. കാരണം അനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായും എല്ലാം ശരിയായേ മതിയാകൂ, എല്ലാം ശരിയാകും തീർച്ചയായും. ധന്യ, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ ചർച്ചയിലേക്കാണ് കേരളം നീങ്ങുന്നത്. ആരോപണങ്ങളും സംശയങ്ങളുമായി കുടുംബാംഗങ്ങൾ പോലും രംഗത്തേക്കെത്തുന്നു. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലാകെ അലയടിക്കുന്നു. ഞങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ, പീപ്പിൾ ടിവിയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിന് വളരെ വലിയ പ്രതികരണമാണ്. പതിനായിരങ്ങളാണ് അതിലേക്ക് എത്തിച്ചേരുന്നതും. ശക്തമായ പ്രതിഷേധം ഉരുണ്ടുകൂടുമ്പോൾ പുതിയ ദിശകളും മാനങ്ങളും കൈവരുന്നു.